ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അനുദിന പ്രഭാത തിരുവചനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനമെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 21 അധ്യായം 33 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം, ജാഗ്രത, മറ്റുള്ളവരോടുള്ള കരുതൽ എന്നിവയെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന അതിയായ ആഴമുള്ള ഒരു സന്ദേശമാണ് ഈ തിരുവചന ഭാഗം നൽകുന്നത്. ഈ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവ് ഇന്നത്തെ ദിവസം സമാധാനത്താലും കൃപയാലും അനുഗ്രഹങ്ങളാലും നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗം ഭക്ത്യാദരപൂർവം ഒന്ന് ശ്രദ്ധിക്കാം. ഒരുത്തൻ ഒരു കുഴി തുറന്നു വെക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിൽ കാളയോ കഴുതയോ വീണാൽ കഴുതയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിൻ്റെ യജമാനന് തൃപ്തി വരുത്തണം. എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം. ഒരുത്തൻ്റെ കാള മറ്റൊരുത്തൻ്റെ കാളയെ കുത്തിയിട്ടത് ചത്തുപോയാൽ അവൻ വില പകുത്തെടുക്കണം. ചത്തുപോയതിനെയും പകുത്തെടുക്കണം. അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്നറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരുന്നു എങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം. എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇപ്രകാരമാണ് നാം ഈ തിരുവചന ഭാഗത്തിൽ കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ വചന ഭാഗത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ആത്മീയ സത്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കരുത് എന്നുള്ളതാണ്. കിണർ തുറന്നു വച്ച് അതിൽ മറ്റൊരാളുടെ കാളയോ കഴുതയോ വീണാൽ അതിനുത്തരവാദി ആ കിണർ തുറന്ന ആളാണ് എന്ന് ദൈവം ഇവിടെ പറയുകയാണ്. ആയതുപോലെ അപകടകാരിയായ കാളയെ കെട്ടിയിടാതെ വിട്ടതുകൊണ്ട് മറ്റൊരാളുടെ ജീവഹാനി സംഭവിച്ചാൽ അതിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ജാഗ്രതയില്ലായ്മയും അതും ഒരു പാപമാകാം എന്ന രീതിയിലാണ്. നമ്മുടെ അശ്രദ്ധ മറ്റുള്ളവർക്ക് വേദനയാകരുത്. ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ജീവിതമാണ്. ദൈവം നീതിയുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നീതിയും കരുതലും വേണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ: നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരാളുടെ ജീവിതത്തിൽ തടസ്സമാകുന്നുണ്ടോ? കുടുംബത്തിലും സമൂഹത്തിലും നാം ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ വിളിക്കുന്നത് വിശുദ്ധിയുള്ളതും കരുതലുള്ളതുമായ ജീവിതത്തിലേക്കാണ്. മറ്റുള്ളവരുടെ നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിതം, അതുതന്നെയാണ് യഥാർത്ഥ ദൈവഭക്തി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം സ്വാർത്ഥതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ജീവിതം മറ്റൊരാൾക്ക് അനുഗ്രഹമാകട്ടെ എന്നാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സഭ, നമ്മുടെ സമൂഹം, നാം എവിടെയായിരുന്നാലും നാം സമാധാനം വിതയ്ക്കുന്ന നല്ല മനുഷ്യരായിരിക്കണം. ഒരു ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ വലിയ മുറിവുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ കൂടുതൽ കരുതലോടെ സംസാരിക്കുക, കൂടുതൽ ശ്രദ്ധയോടെ മറ്റുള്ളവരോട് പെരുമാറുക, കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു സാക്ഷ്യമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടെ വരുന്നു. അങ്ങയുടെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അശ്രദ്ധകളും തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവർക്ക് വേദനയാകുന്ന വാക്കുകളും പ്രവൃത്തികളും ദൈവമേ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഉത്തരവാദിത്വത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും
കരുതലോടുകൂടെയും ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പുറത്തിറങ്ങുന്ന ഓരോ ദൈവമകനെയും ദൈവമകളെയും കർത്താവെ അവിടുത്തെ കരങ്ങളാൽ കാത്ത് രോഗികളായിരിക്കുന്നവരെ സ്പർശിക്കണമേ. ഭാരപ്പെട്ട ഹൃദയങ്ങൾക്ക് തമ്പുരാനെ സമാധാനം നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. തകർന്ന കുടുംബങ്ങളിൽ ദൈവമേ നിന്റെ ഐക്യം അവിടെ പുനഃസ്ഥാപിക്കുമാറാകണമേ. കർത്താവെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ജീവിതമാക്കി മാറ്റണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.